ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി പ്രഷർ കുക്കർ വെജിറ്റബിൾ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇത്ര പച്ചക്കറി കട്ട് ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ 250 ml 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴിയുന്ന ശേഷം ഞാനൊരു 1 അവർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട സ്പൈസസ്: ഒരു ചെറിയ കറുവാപ്പട്ട, ഒരു ലീഫ്, ഒരു തക്കോലം, 4 ഗ്രാമ്പു, 3 ഏലക്ക. പിന്നെ വേണ്ടിയ പച്ചക്കറികളാണ് ഇത്. ഞാൻ ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ബീൻസ്, ഒരു 10 ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നു. എരിവിനാവശ്യമായ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഗ്രീൻ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ഉപയോഗിക്കാം, പൊട്ടറ്റോ ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്. പിന്നെ ഞാൻ എടുത്തിരുന്ന ഫ്രോസൺ ഗ്രീൻ പീസ്, ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ കട്ടിയിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി, കാരണം നമ്മൾ തൈര് 1 സ്പൂൺ ഒഴിക്കുന്നുണ്ട്, അപ്പം പിന്നെ പുളി കൂടിപ്പോവും. പിന്നെ വേണ്ടിയത് സോയാബീൻ ഇഷ്ടമുള്ളവർ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞതിന് ശേഷം വെക്കുക. പിന്നെ ബിരിയാണിക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും. മസാലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കുക്കറിലോട്ട് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതയ്ക്കാം, അല്ലെങ്കിൽ ചെറിയ മിക്സിയിൽ നിങ്ങൾക്ക് പേസ്റ്റ് പോലെ എടുക്കാം. സവോള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. സവോള ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റണം. തീ ഒരു മീഡിയം തീ വെക്കുക. നമ്മുടെ സവോളയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഈ മസാല ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഗരം മസാല. ഈ 2 മസാല ഞാൻ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് കൂട്ടി ഇളക്കുക മസാല. അതിന് മുളക് പൊടിയുടെ ആവശ്യമില്ല, അതുപോലെ ബിരിയാണി മസാല ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, സോറി. ഇനി ഇതിലേക്ക് നമ്മളെല്ലാ പച്ചക്കറികളും ഇടാൻ പോവാണ്. പച്ചക്കറി എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. തീ ഒരു മീഡിയം തീയിലിടുക. നിങ്ങൾക്ക് പച്ചക്കറികൾ നീളത്തിലോ സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കുക. അത് നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതൊരു 2-3 മിനിറ്റ് ഈ പച്ചക്കറി ഒന്ന് വേവട്ടെ, ചെറുതായിട്ടൊന്ന് വേവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ചൂട് വെള്ളമാണ്. അതേപോലെ ഉപ്പ് നോക്കുക. ഉപ്പ് എപ്പോഴും ഇച്ചിരി കൂടി നിൽക്കണം. ഉപ്പ് കുറവാണ്. ഉപ്പ് ഇച്ചിരി അതായത് ഇച്ചിരി കൂടി നിൽക്കണം, എന്നാലേ റൈസിലോട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. മല്ലിയിലയും പുതിനയിലയും ഇടുക. മല്ലിയിലയും പുതിനയിലയും ഇടുമ്പോഴാണ് ആ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുവാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമുക്ക് അടച്ചു വെക്കാൻ പോവാണ്.
ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തീ പ്രഷർ കറയും ഒത്തിരി നേരം ഇത് അടച്ചു വെക്കണം. സ്മോൾ കുഞ്ഞരിയാണ്, ജീരകശാല റൈസാണ്. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി വെന്ത് പോവും. അതുകൊണ്ട് ഞാൻ ഫിസിൽ അടിച്ചതിന് ശേഷം 2-3 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഫിസിൽ കളഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കാം. പെട്ടെന്ന് ഇത് പോകണമെങ്കിൽ നിങ്ങൾ പാത്രം കഴുകുക, പൈപ്പിൻ ചോട്ടിൽ പോയിന്ന് ഈ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റീമൊക്കെ പോകും. പെട്ടെന്ന് നമുക്കിത് സ്റ്റീമൊക്കെ പോയിട്ട് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ഒത്തിരി വെന്തും പോയിട്ടില്ല. കണ്ടോ, കറക്റ്റ് പരുവാണ്. ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിങ്ങനെ ഒരു പോർക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കാവുള്ളൂ. കാരണം അതിന് ശേഷം അടിയിരിക്കുന്ന ഭാഗമെല്ലാം നിങ്ങൾ ഇളക്കണം. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ആവിക്ക് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അടിയിരിക്കുന്ന ചോറൊക്കെ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, കറക്റ്റ് പരുവാണ്. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, വളരെ നല്ല ടേസ്റ്റാണ്. കണ്ടോ, കറക്റ്റ് ചോറ് ആദ്യം വെന്ത് പോയിട്ടില്ല. കണ്ടോ, 2 ഗ്ലാസ് ആയിരിക്കും. ഞാൻ 4 ഗ്ലാസ് വെള്ളം അടിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടു. അതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ അതിൻ്റെ വിസിൽ പ്രഷറെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റൈസിൻ്റെ അനുസരിച്ച് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇത് ജീരകശാല റൈസ് ആയതുകൊണ്ട് കണ്ടോ കറക്റ്റ് പരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ സെർവിങ് പ്ലേറ്റോട്ട് മാറ്റട്ടെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.